നമ്മളുടെ RRB NTPC ഒരു നോട്ടീസ് പുറത്തുവിട്ട കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ വേക്കൻസിനെ കുറിച്ചും എല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്ന ജോലിയിലേക്ക് ഇന്ത്യൻ റെയിൽവേ എന്ന പ്രസ്റ്റീജ് ഓർഗനൈസേഷനിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് എത്താം? NTPC എക്സാം എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കടമ്പകളാണ് നിങ്ങൾ കടക്കേണ്ടത്, ഇതിനെയൊക്കെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോരെ. ഓക്കെ, സെലക്ഷൻ പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മളുടെ എൻട്രിയിൽ നിങ്ങളെയൊക്കെ റെയിൽവേയിൽ എത്തിക്കാനായിട്ട് ഒരുപാട് കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ടും നമ്മളുടെ കോഴ്സുകളെക്കുറിച്ചും ഓൺലൈൻ ക്ലാസ്സുകളെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് ഈ ഒരു നമ്പർ കണ്ടോ നിങ്ങളിവിടെ? ഏതാ? 8714764666 എന്നുള്ള ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് വേണ്ട ഫുൾ ഗൈഡൻസ് തരുന്നതായിരിക്കും. അപ്പോൾ ആ നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ചുമ്മാ ഞാൻ ഏതൊക്കെയാണ് ആൾക്കാരെന്ന് ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ ഷോർട്ട് നോട്ടീസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ എന്താണ് നമ്മളുടെ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ ഇവിടെ ഉണ്ട്. ഏകദേശം ഗ്രാജുവേറ്റ് പോസ്റ്റുകളിൽ എത്ര വേക്കൻസിയാണ് വരുന്നത്? 8113 വേക്കൻസീസ് ഉണ്ട്. ലെവൽ 5ഉം ലെവൽ 6ലേക്കുമാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഗുഡ്സ് ഗാർഡ് എന്ന് പറയുന്ന ട്രെയിൻസ് മാനേജർ ഉണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഇത്ര പോസ്റ്റുകളിലേക്കാണ് വരുന്നത് അല്ലേ? അതേപോലെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് ഏകദേശം 3445 വേക്കൻസി ഉണ്ട്. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക് എന്ന പോസ്റ്റുകളിലേക്കാണ് 21 RRBs. എല്ലാ RRBസിലും കൂടിയും ഇത്ര വേക്കൻസീസ് വരുന്നത്. അതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുക, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മക്കളെ, എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് എന്തായാലും 2 ലെവൽ എക്സാം ഉണ്ട്. ലെവൽ 2 ആയാലും ലെവൽ 3 ആയാലും, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലായാലും അതേപോലെ നമ്മളുടെ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കായാലും CBT1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫസ്റ്റ്, അതൊരു പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. നിങ്ങൾക്ക് CBT2 എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു എക്സാമാണ്. അപ്പോൾ CBT റിട്ടൺ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാം ആണ്. ടയർ 1 ആൻഡ് ടയർ 2. ഓക്കെ, അടുത്ത എന്താണ്? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പോസ്റ്റുകളുണ്ട്. ഇപ്പം ഞാൻ ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റുകളിലേക്ക് എന്തുണ്ടാവും? ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും, സ്കിൽ ടെസ്റ്റ്. സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്, അതേപോലെ ട്രാഫിക് അസിസ്റ്റൻ്റ്, അതിപ്പോൾ ലെവൽ 4 ഇപ്പോൾ നമ്മളിതിൽ വിളിച്ചിട്ടില്ല, ഒരു നോട്ടീസിൽ പറഞ്ഞിട്ടില്ല. ആ പോസ്റ്റുകളിലേക്ക് CBAT എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അതൊരു സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് കണ്ടക്ട് ചെയ്യുക. ക്വാളിഫൈങ് നേച്ചറാണ്. ആ ഒരു ടെസ്റ്റ് ഉണ്ടാവും. ദെൻ നമുക്ക് എന്താണ്, ആ ടെസ്റ്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. സോ ആഫ്റ്റർ ദാറ്റ് നമ്മളുടെ ഫൈനലായിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷനും കൂടിയും കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരിക? ലിസ്റ്റ് വരിക, ഇയാൾക്ക് ജോലി ഉണ്ടോ ഇല്ലയോ എന്ന് വരാം. അപ്പം ഇത്രയ്ക്കും കാര്യങ്ങളാണ് നമുക്ക് NTPCയുടെ സെലക്ഷൻ പ്രോസസ്സായിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? CBT1, CBT2, പിന്നെന്താ? ആവശ്യമുള്ള പോസ്റ്റുകളിലേക്ക് ടൈപ്പിംഗ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, അതേപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് CBAT എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ജസ്റ്റ് അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. CBT1 പ്രിലിമിനറി എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 എക്സാമിനും കഴിഞ്ഞ കൊല്ലമൊക്കെ മുന്നത്തെ NTPC അനുസരിച്ച് 3 ആൾക്കാരാണുള്ളത്. എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്സ് അല്ലേ, റീസണിങ്, മെൻ്റൽ എബിലിറ്റി ആൻഡ് ജനറൽ അവെയർനെസ് എന്ന് പറയുന്ന GK. അതിൽ ആദ്യം CBT1ന് 90 മിനിറ്റ് ആണ് സമയം. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 30 ക്വസ്റ്റ്യൻ QA ആണ്, 30 ക്വസ്റ്റ്യൻ റീസണിങ് ആണ്, 40 ക്വസ്റ്റ്യൻ ആണ് ജനറൽ അവെയർനെസ്. ജനറൽ അവെയർനെസ്സിൽ എല്ലാം ഉണ്ട്. എല്ലാം സയൻസും കറണ്ട് അഫേഴ്സും GKയും ഹിസ്റ്ററിയും ജോഗ്രഫിയും അങ്ങനെ എല്ലാം
ഉണ്ട്. കമ്പ്യൂട്ടർ അടക്കം എല്ലാം ഉൾപ്പെടുന്നതാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആണ്? 100 ക്വസ്റ്റ്യൻ, 100 മാർക്ക്, 90 മിനിറ്റ്. നോർമലൈസേഷൻ ഉണ്ടാവും. കാരണം എക്സാം എന്ന് പറഞ്ഞാൽ ലെങ്തി എക്സാമുകളാണ്. കാരണം ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ടാവുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടാണ് ഫസ്റ്റ് എന്ത് കംപ്ലീറ്റ് ചെയ്യാം, CBT 1 എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിന് എന്തായാലും നോർമലൈസേഷൻ ഉണ്ടാവും. ഓരോ ലെവലുകൾക്കും ലെവൽ 6 സ്റ്റേഷൻ മാസ്റ്റർക്ക് ഒരു കട്ട് ഓഫ് ആയിരിക്കും. പോസ്റ്റുകൾക്ക് വേരിയസ് കട്ട് ഓഫുകളാണ് അവർ ഇടാറുള്ളത്. ക്ലിയർ അല്ലേ? അത് ആഫ്റ്റർ നമ്മളത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് പോവും? CBT 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2, ഇതാണ് മെയിൻസ് എക്സാമിനേഷൻ. അവിടെയും നമുക്ക് സമയം 90 മിനിറ്റാണ്. പക്ഷേ 120 ക്വസ്റ്റ്യൻ, 120 മാർക്കാണ്. അപ്പോൾ ഇത് ഒരൊറ്റ എക്സാം ആയിട്ടാണ്, ഒരു RRBക്ക് ഒറ്റ എക്സാം. അതായത് നോർമലൈസേഷൻ ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരേപോലെ ഒരേ സമയത്തായിരിക്കും എക്സാം കഴിഞ്ഞ വട്ടം നടത്തിയത്. QAയും റീസണിങ്ങും 5 ക്വസ്റ്റ്യൻ പ്രിലിംസിനേക്കാളും, അതായത് CBT 1 കൂടുതലുണ്ട്. 35 ക്വസ്റ്റ്യൻസ് വെച്ചാണ് വരുന്നത്. 35 മാർക്സ് ആണ്. GA ജനറൽ അവയർനെസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയി. എത്ര ക്വസ്റ്റ്യൻ ആയി? 10 കൂടി 50 ക്വസ്റ്റ്യൻ ആണ്, 50 മാർക്കാണ്. അങ്ങനെ 120 ക്വസ്റ്റ്യൻ, 120 മാർക്ക്. സമയത്തിൽ മാറ്റമൊന്നുമില്ല. എത്ര സമയമേ ഉള്ളൂ? നമുക്ക് 90 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, 90 മിനിറ്റിൽ ഇത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണുള്ളത്? CBAT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് വരണത് ഏതിനൊക്കെയാണ്? 3rd സ്റ്റേജ് ഇൻ ദ RRB NTPC സെലക്ഷൻ പ്രോസസ് ഹു ചോസ് ട്രാഫിക് അസിസ്റ്റൻറ്റ് ആൻഡ് സ്റ്റേഷൻ മാസ്റ്റർ. ട്രാഫിക് അസിസ്റ്റൻറ്റും സ്റ്റേഷൻ മാസ്റ്ററുമാണ്. ഇപ്പം നമുക്ക് പറഞ്ഞതിൽ ട്രാഫിക് അസിസ്റ്റൻറ്റ് ലെവൽ 4 ആണ് സാധാരണ വരാറ്, വന്നിട്ടില്ല. സ്റ്റേഷൻ മാസ്റ്റർ അപ്ലൈ ചെയ്ത ഒരാൾ, ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത ഒരാൾക്ക് ആ കട്ട് ഓഫ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? CBAT ഉണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സൈക്കോമെട്രിക് ടെസ്റ്റ് പോലത്തെ ടെസ്റ്റാണ്. അതിൽ ക്വാളിഫയിങ് നേച്ചറാണ്. അതേപോലെ നമുക്ക് എന്താണ് 42 മാർക്സ് ആണ്. മിനിമം 42 മാർക്സ് ഇൻ ഈച്ച് ടെസ്റ്റ് ബാറ്ററീസ് ഈസ് മാൻഡേറ്ററി ടു ക്വാളിഫൈ. ഓരോ സെക്ഷൻ ഉണ്ടാവും, അതിന് 42 മാർക്ക് വെച്ച് ക്വസ്റ്റ്യൻ വൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പേടിക്കേണ്ട, നമ്മൾ അത് ആദ്യം ഇത് കഴിഞ്ഞിട്ടാണ്. സിമ്പിളായിട്ട് നമുക്ക് അത്യാവശ്യം പ്രാക്ടീസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൈൻ ചെയ്യാൻ പറ്റും. എന്താണ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. നെഗറ്റീവ് മാർക്കൊന്നും അവിടെ ഇല്ല. ഓക്കെ, നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊന്നും വരുന്നതല്ല. അതിൻ്റെ മാർക്കും കൂടിയും ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഫൈനൽ കട്ട് ഓഫ് അവർ ഡിസൈഡ് ചെയ്യാം. സോ ഇനി നമ്മൾ ഈ ടൈപ്പിസ്റ്റ് വരുന്ന പോസ്റ്റുകളുണ്ടല്ലോ, ടൈപ്പിസ്റ്റ് ടെസ്റ്റ് ഉണ്ട്. അതിനവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെ ടൈപ്പിംഗ് ടെസ്റ്റും കൂടിയും കഴിഞ്ഞിട്ട് ഓരോ പോസ്റ്റ്, നിങ്ങൾ ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിന് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ടൈപ്പിംഗ് ടെസ്റ്റ് എന്നുള്ള ആ പോസ്റ്റുകൾക്കായിട്ടുള്ള 3rd സ്റ്റേജാണ് ടൈപ്പിംഗ് ടെസ്റ്റ്. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് നേച്ചറാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വിളിക്കും? RRB എന്തിനു വിളിക്കും? ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വിളിക്കും. അങ്ങനെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻ്റെയും ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. പിന്നെ എന്താ? നിങ്ങൾ റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ, OBC ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അത് നോൺ ക്രീമി ലെയർ ആണെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് വേണം. ഇൻകം സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ വേണം. അതേപോലെ എന്താണ് SC/ST കമ്മ്യൂണിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. EWS ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വേണം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും പറഞ്ഞ വാലിഡിറ്റിയോട് കൂടി എന്തുണ്ടാവണം? നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിലും നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനു വിടും? മെഡിക്കൽ എക്സാമിനേഷന് വിടും. ഞാൻ നേരത്തെ നമുക്ക് നോട്ടീസിലും കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഐയുടെ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റുകൾക്കാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കലും കൂടിയും ഫിറ്റായാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ആ പോസ്റ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ. ആഫ്റ്റർ മെഡിക്കൽ എക്സാമിനേഷനും കൂടിയും കഴിഞ്ഞാലാണ് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പം ഇത്രയ്ക്കും കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത്? സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. ഇനി നമ്മളുടെ എന്താണ് അധികം സമയമൊന്നുമില്ല നമ്മളുടെ മുന്നിലേക്ക് ഇനി വരുന്നത്. അപ്ലിക്കേഷനൊക്കെ ഇപ്പോൾ അപ്ലൈ ചെയ്ത് തുടങ്ങാനുള്ള ടൈമായി. ഉടനെ തന്നെ നമുക്ക് എന്ത് വരും?
ഏകദേശം ഒരു 2 മാസങ്ങൾക്കപ്പുറം നമ്മളുടെ CBT-1 ടെസ്റ്റ് വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്ത് പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ 8714764666 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് ഉള്ള ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തരാൻ റെഡിയാണ്. ജസ്റ്റ് അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അഡ്മിഷൻ്റെ കാര്യങ്ങളോ ഓൺലൈൻ ക്ലാസ്സുകളുടെ കാര്യങ്ങളോ അതല്ല ഇനി വരുന്ന എക്സാംസിനെ കുറിച്ചായിക്കോട്ടെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ജസ്റ്റ് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൗൺസിലിംഗ് ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ RRB NTPC എക്സാം അപ്ഡേറ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളുടെ ശ്യാം സാറ് എന്നാണ് സെപ്റ്റംബർ 18 ബുധനാഴ്ച 8 മണിക്ക് രാത്രി 8 മണിക്ക് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാറിനോട് നേരിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, ചോദിക്കാം. സാറ് റെഡി ആയിട്ട് എന്നുണ്ടാവും സെപ്റ്റംബർ 18 ബുധനാഴ്ച രാത്രി 8 മണിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് അവസരങ്ങളുമായിട്ട് റെയിൽവേ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഉഷാറായിട്ടിരുന്ന് പഠിച്ച് നിങ്ങളുടെ ആ സ്വപ്ന ജോലിയിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.